ഇന്ന് എല്ലാ ഉദ്യോഗസ്ഥർക്കും നിയമത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും വളരെ സ്വതന്ത്രമായിട്ട് തന്നെ അവർ പഠിച്ച അവരുടെ നിയമം അതിൻ്റെ രീതിയിൽ അവരൊന്ന് വളരെ സ്വതന്ത്രമായിട്ട് തന്നെ ഏത് IPC നമ്പർ വേണം എന്നുള്ള ഇടാനുള്ള ധൈര്യം ഇന്ന് എല്ലാവർക്കും കിട്ടി. അതുപോലെ തന്നെ സർക്കാരും അവർക്ക് എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയതെങ്കിലും അത് ഞങ്ങൾക്കെന്നല്ല, ഫിലിം ഫീൽഡെന്നല്ല, ഏത് ഫീൽഡിലായിക്കോട്ടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിലാണ് ഇന്ന് സർക്കാർ നമ്മളോട് ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ടൊരു നല്ലൊരു സമൂഹം, ഒരു ശുദ്ധികലാശമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉളവാക്കിയത്. അതിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു രാത്രിയിലാണ് ഞാനിത് പോസ്റ്റ് ഇട്ടത്. ഞാൻ സ്വയം എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് മീഡിയ വീട്ടിൽ വന്ന്, കാരണം അത്ര ആർജവത്തോടെ മീഡിയ അത്ര സത്യസന്ധമായ നീതിക്ക് വേണ്ടി ആരായാലും, കാരണം മീഡിയയ്ക്ക് ഇങ്ങനെ വമ്പന്മാരൊന്നുമില്ല, അവരെപ്പോഴും നീതിയുടെ സൈഡാണ് എനിക്ക് തോന്നിക്കുന്നത്. പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനൽസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി കുറേ പേര് സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ യൂട്യൂബിൽ അങ്ങനെ കാശ് കിട്ടാൻ വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേര് ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാമെന്ന് ഇന്നലെ DIG മാഡം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ സത്യസന്ധമായിട്ടാണ് നമ്മൾ കാര്യം പുറത്ത് പറഞ്ഞേക്കുന്നത്, ജനങ്ങളെ അറിയിച്ചതും സർക്കാരിനെ അറിയിച്ചതൊക്കെ. അപ്പോൾ അതിന് കൂടെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വിചാരിക്കണം, ഇതൊക്കെ നാളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാർക്കോ നിങ്ങളുടെ പെങ്ങന്മാർക്കോ നിങ്ങളുടെ പെൺകുട്ടികൾക്കോ സംഭവിക്കാം. അത് ഒരുപക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കാത്തവരാകാം. പക്ഷെ നിങ്ങളിങ്ങനെ ഓരോ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ സത്യം അറിയാതെ കിടന്ന് അവരെ ഇങ്ങനെ ടാർണിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്കും ഉണ്ടൊരു ജീവിതം മുന്നോട്ട് കിടപ്പുണ്ട്. നിങ്ങൾ നല്ലതായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്ത കാര്യം ഒരു സ്ത്രീ ഒരു സത്യം തുറന്നു പറഞ്ഞു തന്നെ അവളെ ദ്രോഹിക്കാൻ നിൽക്കുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്കെതിരെ ഇത് സർക്കാരും വാച്ച് ചെയ്യുന്നുണ്ട്, സൈബറിലും ഇന്നലെ DIG മാഡം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ അവരിത് നടപടി എടുക്കുന്നതായിരിക്കുന്നു. സോ ബി കെയർഫുൾ. ഒരു കാര്യമാണ് മനസ്സിലാക്കിക്കോളൂ, ഒരു സ്ത്രീനെയും അവളുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളെ സ്പർശിക്കുന്നത് വരെ കുറ്റകൃത്യമാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊള്ളുക. ഇന്നും ഏതൊരു സ്ത്രീക്കും അവർക്ക് തുറന്നു പറയാം. സിനിമ ഫീൽഡിൽ നിന്ന് മാത്രമല്ല, ആശുപത്രി ഫീൽഡോ സ്കൂളിലോ ഏതൊരു ഫീൽഡിലുള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാരെ പോലും ആൺകുട്ടികൾ പോലും ദുർവിനിയോഗപ്പെടുത്തുന്ന ഇന്നലെ ഞാൻ ഓൺലൈനിൽ കണ്ടു. അങ്ങനെയുള്ളവർക്കെല്ലാം ഇന്ന് സർക്കാർ കൂടെയുണ്ട്. എപ്പോഴും ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ആര് കുറ്റം ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് ഇന്ന് നമ്മുടെ സർക്കാർ മുൻപോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഒത്തിരി പേർക്ക് ഭയമുണ്ടായിരിക്കും, അയ്യോ ഞങ്ങൾ ഇത് ഇപ്പം തന്നെ സത്യം പറയാൻ ഒരുപാട് സ്ത്രീകൾ പേടിക്കുക. എന്താണെന്നറിയോ, മീഡിയയൊന്നുമല്ല, മീഡിയയും നീതി കിട്ടുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പം ഈ സൈബർ ബുള്ളിങ് ഇല്ലേ, അത് പഠിച്ചിട്ട് അവരെ, കാരണം സത്യമല്ലാത്ത കാര്യങ്ങളാണ് അവർ പ്രചരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിട്ട് ചില പെൺകുട്ടികൾ വിചാരിക്കും, ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ ബുള്ളിങ് വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെയാണ് ആദ്യമേ പിടിക്കേണ്ടത്. ഈ സൈബർ ബുള്ളിങ് ചെയ്യുന്നവരെ, യൂട്യൂബ് റീച്ച് കിട്ടാൻ വേണ്ടി തെറ്റായ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നവരെയാണ് ആദ്യം പൊക്കിയിട്ട് അവരുടെ വായ അടയ്ക്കണം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷെ സത്യമല്ലാത്ത കാര്യമാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് സർക്കാരിനോട് ഞാൻ അവരെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ DIG മാഡം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഏറ്റവും വളരെ സന്തോഷമാണ്. എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നീതി കിട്ടി, അവർക്കെതിരെ FIR ഇട്ടല്ലോ, മതിയായി. ഇന്നലെ പകൽ മുതൽ രാത്രി വളരെ വിശദമായിട്ടുള്ളൊരു മൊഴിയെടുപ്പാണ് ഉണ്ടായത്. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് ഇതിന് മതിയായ തെളിവുകളും ഒക്കെ കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ പോലീസിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അവർ FIR ഇടണമെങ്കിൽ അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്, അവർ നിയമത്തിൻ്റെ എല്ലാം A to Z അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് തെറ്റായ കാര്യങ്ങളെന്നും പറഞ്ഞ് അവർ നമ്മളെ അതുപോലെ തിരിച്ചും മറിച്ചൊക്കെ നമ്മളോട് ചോദിക്കും ഇല്ലേ. അത് അവർക്ക് സത്യസന്ധമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ FIR എടുത്തുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ സാധാരണ സ്ത്രീയാണ്, എന്നെ അവർ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് എന്ത് കിട്ടാനാ? സോ അവർ വളരെ ജെന്യൂൻ ഓഫീസേഴ്സാണ്, സത്യസന്ധമായിട്ടാണ്. ആരൊക്കെ അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ കൂടെ ഉണ്ട്.